ദിസ് ഈസ് മെർലി. വെൽക്കം ടു മൈ വീഡിയോ. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ഇവരെല്ലാം ITR റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. അപ്പം സാലറിഡ് എംപ്ലോയീസിൻ്റെ ITR ഫയലിങ്ങുമായി ബന്ധപ്പെട്ട ചെറിയ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4 കാര്യങ്ങളാണ്. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എത്ര മുതൽ സാലറി വാങ്ങുന്നവർക്കാണ് ടാക്സ് അടയ്ക്കേണ്ടത്, രണ്ടാമത്തേന്ന് പറയുന്നത് ഏത് ഫോമിലാണ് അവർ ടാക്സ് അടയ്ക്കേണ്ടത്, മൂന്നാമത്തേത് എന്നാണ് അവരുടെ ഡ്യൂ ഡേറ്റ്, നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് ടാക്സ് ആപ്ലിക്കബിലിറ്റി വരുന്നില്ല എങ്കിൽ പോലും TDS കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസീവ് ചെയ്യണമെങ്കിൽ ഈ ITR ഫയൽ ചെയ്യണമെന്നുള്ള നിർബന്ധമാണോ? ഈ 4 കാര്യങ്ങളാണ് ആക്ച്വലി ബേസിക് ആയിട്ട് എന്നോട് ചോദിച്ചിട്ടുള്ളത്. ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഏത് ഫോമാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിന് ഒരു സാലറിഡ് പേഴ്സൺ 50 lakhs വരെയാണ് സാലറി വാങ്ങുന്നത് എങ്കിൽ അവർ ഇൻകം ഫ്രം അതർ സോഴ്സിൽ നിന്നും ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നും ഇൻകം റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ITR 1 എന്ന് പറയുന്ന ഫോം ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ വേണ്ടി അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി എന്നാണ് ഡ്യൂ ഡേറ്റ് എന്ന് ചോദിച്ചാൽ ഇൻഡിവിജ്വൽസിന് അവരുടെ ഇൻകം ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് July 31, 2024 ആണ്. നമ്മുടെ 2023-24 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഇൻകം ടാക്സ് ഫയലിങ്ങിൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. മറ്റൊരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഒരു എംപ്ലോയർ എംപ്ലോയീസിൻ്റെ സാലറി ഇൻകത്തിൽ നിന്നും TDS കട്ട് ചെയ്യുന്നുണ്ട്. TDS കട്ട് ചെയ്ത് അവർ ഫയൽ ചെയ്യുന്നുണ്ട്, കമ്പനി ഫയൽ ചെയ്യുന്നുണ്ട്. ഇത് എംപ്ലോയീസിന് അറിയാം, പക്ഷേ എന്താണ് TDS എന്നോ ഇത് എങ്ങനെയാണ് ഇപ്പം ടാക്സ് ആപ്ലിക്കബിലിറ്റി ഇല്ലാത്ത കേസിൽ എങ്ങനെയാണ് തിരിച്ചെടുക്കേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ TDS തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇൻകം ടാക്സ് ഫയൽ ചെയ്യണമെന്ന് നിർബന്ധമാണോ എന്നായിരുന്നു അടുത്തൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് TDS അതായത് അപ് ടു 2,50,000 വരെ ഓൾഡ് ടാക്സ് റെജീമിലും 3 lakh വരെ ന്യൂ ടാക്സ് റെജീമിലും ഒരു പേഴ്സണ് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി ന്യൂ ടാക്സ് റെജീമിൽ 7 ലക്ഷം വരെ ബാക്കി വരുന്ന ടാക്സ് എന്ന് പറയുന്നത് ഈ 3 lakhsനും 7 lakhsനും ഇടയിൽ വരുന്ന ടാക്സ് എന്ന് പറയുന്നത് റിബേറ്റിൻ്റെ അണ്ടറിൽ പോകുന്നതാണ്. അത് എന്താണെന്നുള്ള പിന്നെ പറയാം. അതുപോലെ ഓൾഡ് ടാക്സ് റെജീമിൽ 5 ലക്ഷം വരെ ആണ് ഒരാൾ ടാക്സ് സാലറി റിസീവ് ചെയ്യുന്നത് എങ്കിൽ അതും ഈ റിബേറ്റിൻ്റെ അണ്ടറിൽ പോകുന്നതാണ്. അപ്പം ഇത്രയും ഈ 5 ലക്ഷത്തിനും 7 ലക്ഷം ന്യൂ ടാക്സ് റെജീമിൽ 7 ലക്ഷത്തിനും ഇടയിൽ സാലറി ഉള്ളവരുടെ കയ്യിൽ നിന്നും TDS കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ടാക്സ് ശരിക്കും പറഞ്ഞാൽ അടയ്ക്കേണ്ട ആപ്ലിക്കബിലിറ്റി അല്ല, ടാക്സ് അടയ്ക്കേണ്ട ലൈബിലിറ്റി അവിടെ വരുന്നില്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും TDS കട്ട് ചെയ്തിട്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾക്കത് തിരിച്ച് കിട്ടണമെങ്കിൽ നിങ്ങൾ ITR ഫയൽ ചെയ്യണം. നിങ്ങൾക്ക് ITR ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ച TDS നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അതിന് ITR ഫയൽ ചെയ്യണം. ഇൻകം ടാക്സ് എന്തായാലും July 31 തന്നെ നിങ്ങൾ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം എത്ര മുതൽ സാലറി വരുന്നവർക്കാണ് ഈ ടാക്സ് ലൈബിലിറ്റി എന്നതായിരുന്നു മെയിൻ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത് ഇൻകം ടാക്സ് പ്രകാരം ഇപ്പോൾ ന്യൂ ടാക്സ് റെജീമും ഓൾഡ് ടാക്സ് റെജീമും ഉണ്ട്. ഈ ഓൾഡ് ടാക്സ് റെജീം പ്രകാരം 2,50,000 വരെ സാലറി വാങ്ങുന്നവർക്ക് ടാക്സ് ആപ്ലിക്കബിലിറ്റി വരുന്നില്ല. അതായത് ITR അവർക്ക് ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ന്യൂ സ്കീമിൽ വരികയാണെങ്കിൽ 3 ലക്ഷം വരെ സാലറി വാങ്ങുന്ന ആൾക്ക് ടാക്സ് ആപ്ലിക്കബിലിറ്റി വരുന്നില്ല. അവർക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഓൾഡ് ടാക്സ് റെജീമിൽ ഈ 2,50,000 മുകളിൽ പോകുന്നവർ ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവർക്ക് ഈ 2,50,000 മുതൽ 5 ലക്ഷം വരെ 5% ടാക്സ് ആപ്ലിക്കബിലിറ്റി ടാക്സ് റേറ്റ് വരുന്നത്. ഈ ടാക്സ് റേറ്റ് 5% വരുന്നുണ്ട്. അതായത് 12,500 രൂപയാണ് വരിക. ഈ 12,500 5 ലക്ഷം വരെ സാലറി വാങ്ങുന്നവർക്കാണെങ്കിൽ അത് റിബേറ്റിൻ്റെ അണ്ടറിൽ പോകുന്നതായിരിക്കും. അതായത് റിബേറ്റിൻ്റെ അണ്ടറിൽ അത് പോകുന്നത് കൊണ്ട് അവർക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം വരത്തില്ല. പക്ഷേ ഇങ്ങനെയുള്ള പാർട്ടി ഇപ്പം 5 ലക്ഷം വരെ സാലറി വാങ്ങുന്നവരുടെ കയ്യിൽ നിന്നും ചിലപ്പോൾ TDS കട്ട് ചെയ്യുന്നുണ്ടാവാം. അപ്പം എംപ്ലോയീസിന് എന്താണ് TDS എന്ന് ചിലപ്പോൾ അറിയത്തുണ്ടാവില്ല. അപ്പം അങ്ങനെ TDS കട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ TDS ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ട്. ആ TDS തിരിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾ ITR ഫയൽ ചെയ്യണം. ITR ഫയൽ ചെയ്യുന്നതുകൊണ്ട് ടാക്സ് കൊടുക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. TDS നിങ്ങൾക്ക് തിരിച്ച് കിട്ടാൻ പിടിച്ച TDS നിങ്ങളുടെ സാലറിയിൽ നിന്നും കട്ട് ചെയ്തിട്ടുള്ള TDS നിങ്ങൾക്ക് തിരിച്ച് കിട്ടണമെങ്കിൽ ടാക്സ് ഫയൽ ചെയ്താൽ ഇൻകം ടാക്സ് ITR 1 ഫോമിൽ ഫയൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് തിരിച്ചു കിട്ടത്തുള്ളൂ. ഇത് ന്യൂ ടാക്സ് റെജീമിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് 3 lakh വരെ നിങ്ങൾക്ക് ഫസ്റ്റ് 3 lakh വരെ സാലറി വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമോ ടാക്സ് ലൈബിലിറ്റിയോ ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ 3 ലക്ഷം വരെ 7 ലക്ഷം വരെയുള്ളവർക്ക് സാലറി 7 ലക്ഷം വരെ വാങ്ങുന്നവരാണ് എങ്കിൽ അവർക്ക് ടാക്സ് ലൈബിലിറ്റി വരും. പക്ഷേ 7 ലക്ഷം വരെ വാങ്ങുന്നവർക്ക് എന്ത് ചെയ്യാം, റിബേറ്റിൻ്റെ അണ്ടറിൽ അവർക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ ഈ കേസിലും
TDS പിടിച്ചിട്ടുണ്ട് എങ്കിൽ TDS പിടിച്ചിട്ടുണ്ടാകും. ചില എംപ്ലോയീസിൻ്റെ കേസിലേക്ക് TDS പിടിച്ചിട്ടുണ്ട്. അപ്പോൾ TDS പിടിച്ചിട്ടുള്ളവർക്ക് അത് തിരിച്ച് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പിടിച്ച TDS നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ TDS ഇൻകം ടാക്സ് റിട്ടേൺ എന്തായാലും ഫയൽ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത് ഓൾഡ് ടാക്സ് റെജീമാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ സാലറി 5 ലക്ഷത്തേക്കാണ് മുകളിലാണെന്ന് വിചാരിക്കുക. ഈവൻ 1 രൂപ കൂടിയാൽ പോലും നിങ്ങൾക്ക് ഈ റിബൈറ്റിന് അണ്ടറിൽ വരുന്ന എലിജിബിലിറ്റി, അതായത് ആ 12,500 എലിജിബിലിറ്റി നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ആ 12,500 ഉൾപ്പെടെ നിങ്ങൾക്ക് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ നിങ്ങൾക്ക് ന്യൂ സ്കീം ഓപ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ 7 ലക്ഷം വരെ നിങ്ങൾക്ക് ടാക്സ് ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷേ 7,01 രൂപയായിട്ടുണ്ടെങ്കിൽ ഈ റിബൈറ്റിൻ്റെ ആ എലിജിബിലിറ്റി വരത്തില്ല. റിബൈറ്റ് എന്ന് പറയുന്നത് 25,000 രൂപയായിരുന്നു. 25,000 എലിജിബിലിറ്റി നിങ്ങൾക്ക് കിട്ടത്തില്ല. ഓക്കെ, അപ്പം ഓൾഡ് ടാക്സ് റെജീമും ന്യൂ ടാക്സ് റെജീമും എങ്ങനെയാണ് കമ്പയർ ചെയ്യേണ്ടതെന്നും അതിൻ്റെ റേറ്റ്, അതിൻ്റെ ടാക്സ് പെർസെൻറ്റേജ് എങ്ങനെയാണ് എന്നുള്ളതും നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.